പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയരെ, നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, വറി എന്ന വാക്കിൻ്റെ ബിബ്ലിക്കൽ മീനിങ്ങിൽ നാം കാണുന്ന ഒരു കാര്യമാണ് ആങ്ഷ്യസ് എന്നുള്ള വാക്ക്. അതായത് ചിന്തയിലും എല്ലാം നമ്മളങ്ങ് ഒത്തിരി കൺസേൺഡ് ആവുക. ചിലതിനെക്കുറിച്ചെല്ലാം അങ്ങ് അത്യധികമായിട്ടങ്ങ് നമ്മൾ ചിന്തിച്ചിട്ട് വി ബിക്കം ഓവർലി കൺസേൺഡ്. എന്നിട്ട് ട്രബിൾ വിത്ത് കേസ്, വെറുതെ അങ്ങ് ട്രബിൾഡ് ആവുക. ഞാൻ പഠിച്ച് വായിച്ചറിഞ്ഞ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യട്ടെ. വറി എന്ന വാക്കിൻ്റെ മൂലവാക്ക്, റൂട്ട് വേർഡ് എന്താണെന്നറിയാവോ? മെറിംനാവു, MERIMNAU. അത് മെറിസോ എന്ന വാക്കുമായിട്ട്, MERIZO, ആ വാക്കുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കണക്റ്റഡാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആദ്യം എടുത്തിട്ട് പല ദിക്കുകളിലേക്ക് വലഞ്ഞു പോവുക, അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡായി പോവുക എന്ന വാക്കിൻ്റെ അർത്ഥം. വറി എന്ന വാക്ക് നമ്മൾ ചോക്ക് ചെയ്യത്തില്ലേ? ചിലതൊക്കെ കഴിക്കുമ്പോൾ നാം ചോക്ക് ചെയ്യും. അതാണ് വറി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മളെ ശ്വാസം മുട്ടിച്ച് കളയും. മാനസികമായിട്ടും വൈകാര്യമായിട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തെ വറി കുരുക്കി കളയും. നമ്മുടെ ഭാവിയെ ഓർത്ത് കൂടുതൽ സമയം വറി ചെയ്ത് സമയം അതിന് കളയുകയാണെങ്കിൽ ആ സിറ്റുവേഷനെ നമ്മുടെ വറി വളരെ മോശമാക്കും. ഈ വർത്തമാനകാലത്ത് തന്നെ നീ ചിന്തകളാൽ മുടന്തുവാൻ തുടങ്ങും. നമ്മുടെ മനസ്സെപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആകും. അതൊക്കെയാണ് വറി കൊണ്ടുവരുന്ന കാര്യം കേട്ടോ. നമ്മുടെ മനസ്സൊരു യുദ്ധക്കളമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നിനക്ക് കഴിയത്തില്ല. എഫക്റ്റീവായിട്ട് ജീവിപ്പാൻ നിനക്കുള്ള ആ പ്രാഗൽഭ്യത്തെ ആ വറി എടുത്തു കളയും. ഞാൻ പറയട്ടെ, ഈ വറിയുടെ ഹൃദയാന്തർഭാഗത്തേക്ക് നാം നോക്കുകയാണെങ്കിൽ അവിടെ കിടക്കുന്നത് ശത്രുവിൻ്റെ നുണകളാണ്. ആ നുണകൾക്കെല്ലാം ഒരു ബേസ് കാണും. എന്നാണെന്നറിയാമോ? ഭയം. അതാണ് ഈ ശത്രുവിൻ്റെ സ്ട്രാറ്റജി. നിന്നെ വറിയടിപ്പിച്ച് ഡിസ്ട്രാക്റ്റഡാക്കി നിന്നിൽ ഭയം കൊണ്ടുവന്ന് കുത്തിവെച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ആ ജീവിതത്തെ ഇന്നെഫക്റ്റീവാക്കി തീർക്കുകയാണ് വറി ചെയ്യുന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ശത്രുവ് കൊണ്ടുവരുന്ന നുണകളെല്ലാം ഭയത്തിന് ചുറ്റും ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ചിന്ത എന്താണെന്നറിയാമോ? അവസാനം എന്തോ ഭയാനകമായത് സംഭവിക്കാൻ പോവുക. സംതിങ് ടെറിബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അയ്യോ, നിനക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ചിന്തയുടെ മുമ്പിൽ പ്രിയ കുഞ്ഞെ, നീ കുഴഞ്ഞു പോയിട്ടില്ലേ? നീ കുഴങ്ങിപ്പോയിട്ടില്ലേ? ഞാൻ പറയട്ടെ, വറിയിൽ കൂടെ ശത്രു കൊണ്ടുവരുന്ന ആ നുണയുണ്ടല്ലോ, ആ നുണയിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്യം എന്താണെന്നറിയാമോ? എന്ത് സിറ്റുവേഷനാണെങ്കിലും നിനക്ക് എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നേ. അതുതന്നെ ഏറ്റവും വലിയ നുണയാണ്.
2019 ഒരു പഠനം നടത്തിയതിനകത്ത് നമ്മൾ വറിയടിക്കുന്നതിൽ 91% സംഗതികളും സംഭവിക്കുന്നേയില്ല. നെവർ ആക്ച്വലി ഹാപ്പൻ. പിന്നെ ബാക്കിയുള്ളൊരു 9% ഭയം കൊണ്ട് നമ്മളെ മുടന്തരാക്കുകയും ചെയ്യും. അതുകൊണ്ട് വചനം നമ്മളോട് എന്തു പറയുന്നു എന്ന് ഒന്ന് നോക്കിക്കേ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്നേ. ബട്ട് ജീസസ് ഫിനിഷസ് ദിസ് റിയാലിറ്റി ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഹാസ് ഓവർകം ദ വേൾഡ്. ലോകത്തെ ജയിച്ച ഒരു യേശു കർത്താവിനെയല്ലേ നാം പറ്റുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ ശത്രു നാം ഫേസ് ചെയ്യുന്നതിലെ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള സംഗതി എന്തുവാ? മരണമാണ്. ബട്ട് ജീസസ് ഡിക്ലെയർസ് ദാറ്റ് ഹി ഹാസ് മെയ്ഡ് എ പ്ലാൻ ഈവൻ ഫോർ അവർ വേഴ്സ്റ്റ് ഫിയർ. അതുകൊണ്ട് ഈ വഴിയടിക്കുക എന്നുള്ള വലിയൊരു യുദ്ധത്തെ ജയിക്കേണ്ടതിൻ്റെ ഹല്ലേലൂയ കീ എന്തുവാ? ശത്രു പറയുന്ന നുണയെ നാം സത്യം കൊണ്ട് എതിർക്കണം. ആ സത്യത്തിൻ്റെ വേരന്വേഷിച്ച് നാം പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ലൈസ് എന്ന് പറഞ്ഞാൽ നുണകൾ, പിശാചിൻ്റെ നുണകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിനക്കത് ഡിഫൈൻ ചെയ്യാൻ കഴിയണം. പിശാചിൻ്റെ നുണകളെ ഡിഫൈൻ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ നിനക്കതിനെ ഡിഫീറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇഫ് യു കനോട്ട് ഡിഫൈൻ ഇറ്റ് ദെൻ ഹൗ വിൽ യു ഡിഫീറ്റ് ഇറ്റ്? അതുകൊണ്ട് അല്പസമയം എടുത്തുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് ചോദിക്കട്ടെ. കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലെ വിഷയമാണ് നിന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്? സാമ്പത്തിക വിഷയമാണോ? തോൽവി ഭവിക്കുമെന്നുള്ള വിഷയമാണോ? നിൻ്റെ തലമുറയുടെ വിഷയമാണോ? നിൻ്റെ വിവാഹത്തിൻ്റെ വിഷയമാണോ? നിൻ്റെ ഭാവിയെ ഓർത്താണോ? അതോ നിൻ്റെ വാല്യൂ, യുവർ വാല്യൂ അതെന്താണ്, എങ്ങനെയാണെന്ന് ഓർത്താണോ? എന്തുവാ നിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റായിട്ടുള്ള ഫിയർ? നിൻ്റെ വേഴ്സ്റ്റായിട്ടുള്ള ബിഗ്ഗസ്റ്റായിട്ടുള്ള ഫിയറിനെ നീ ഒന്ന് നോക്കുമ്പോൾ, ഓ എത്രയോ സത്യം സ്വർഗത്തിലെ ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഏതൊക്കെ മേഖലയാണ് വറിയാൽ നിറയപ്പെട്ട് നമ്മെ യുദ്ധത്തിനൊരുക്കുന്നത്? നമ്മുടെ ചിന്തകൾ ദൈവീയ സത്യവുമായിട്ട് ദൈവന സത്യവുമായിട്ടൊന്ന് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റണം. കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് നീ സമാധാനം തരണം, എനിക്ക് നീ ജ്ഞാനം തരണം. എന്തിനാ? ഈ പിശാച് കൊണ്ടുവരുന്ന ഡിസ്ട്രാക്ഷൻസിനെ ഒന്ന് ജയിക്കുവാൻ. അങ്ങനെയൊന്ന് ചോദിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. 2 കുഞ്ഞുങ്ങളെ അടുത്തടുത്ത പ്രായത്തിലൊക്കെ വളർത്തിയിട്ടുള്ളവർക്കറിയാം, എക്സ്റ്റേണലി നമ്മളവരെ കൺട്രോൾ ചെയ്ത് എല്ലാ സിറ്റുവേഷനിലും നമ്മൾ അവരെ നല്ലതായിട്ടൊക്കെ നോക്കി വളർത്തി കൊണ്ടുപോവാണെങ്കിലും അമ്മയെന്ന നിലയ്ക്ക് പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും റിസ്കിൽ ചെന്ന് വിടുവോ, അയ്യോ ഉരുണ്ട് വീണ് മുറി ഉണ്ടാക്കുമോ, വല്ലത്തിലൊക്കെ പിടച്ച് കയറുമ്പോൾ അയ്യോ ഒടിഞ്ഞ് വീണ് കൈയൊടിയുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ലേ? പക്ഷേ ഇതൊക്കെ നമ്മൾ ഒച്ചത്തിൽ പലരോടും പറഞ്ഞുകൊണ്ട് നടക്കുവാണോ? ഇല്ല. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ ഇളയ ആമ്പിള്ളേർ 2 പേരും തമ്മിൽ 1.25 വയസ്സ് വ്യത്യാസമാണ്, യോഹാനും യാക്കോബും. അവരെ വളർത്തിയതൊക്കെ ഞാൻ ഓർക്കുക. കുസൃതികളായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, യേശുവിനെ നമ്മൾ കർത്തൃത്വം ഏൽപ്പിച്ച് കളഞ്ഞാൽ
പ്രൈസ് ഗോഡ്. നമ്മുടെ എല്ലാ ഇറിറ്റേഷണൽ ഫിയേഴ്സും അതുകൊണ്ടുവരാവുന്ന ആപത്തുകളുമെല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ടങ്ങ് കൊടുത്താൽ കർത്താവ് അതിനെ കൺട്രോൾ ചെയ്യും. വേരോടെ നമ്മുടെ വിഷമങ്ങളെയും വറീസിനെയും അവൻ പിഴുത് എറിഞ്ഞ് കളയും. പ്രൈസ് ഗോഡ്. കൺട്രോൾ പക്ഷേ നാം അവനെ ഏൽപ്പിക്കണം. അതിന് പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നിൻ്റെ ആ നന്മകൾ, നീ നടത്തിയ വഴികൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ദൈവം ഇനിയും ഞങ്ങളെ സഹായിപ്പാൻ ശക്തരാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എല്ലാ വറിയും കളഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിൻ്റെ വഴികളെല്ലാം ഉയർന്നതാണ്, നിൻ്റെ വിചാരങ്ങളെല്ലാം ഉയർന്നതാണ്. ആ ഉയർന്ന വഴിയിൽ കൂടി നീ ഞങ്ങളെ നടത്തുമാറാണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.